കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. ഇന്ന് ഒരു ഉപദേശ വിഷയത്തിൽ, വിശേഷിച്ച് സഭാ സംബന്ധമായ ഒരു ഉപദേശ വിഷയത്തിലെ സഭയും സാമ്പത്തികവും എന്നുള്ള വിഷയമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ധാരാളം ധ്യാനാത്മകമായ പഠനങ്ങളും ഉപദേശങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പ്ലാറ്റ്ഫോമിലും സാധാരണയായി നൽകപ്പെടാറുണ്ട്. ഞാനും കഴിഞ്ഞ ഏറിയ നാളുകളായി ധാരാളം വീഡിയോ ആ നിലയിൽ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഉപദേശ വിഷയങ്ങളിൽ കൃത്യതയില്ലാതെ, ആരെയും എവിടെയും വേദനിപ്പിക്കാതെ, ധ്യാനാത്മകമായ ചിന്തകൾ മാത്രം നൽകിക്കൊണ്ട് ആളുകളെ സുഖിപ്പിച്ചും ആ നിലയിൽ അവർക്ക് പ്രചോദനം നൽകുകയും മാത്രം മുമ്പോട്ട് പോയാൽ വാസ്തവത്തിൽ സന്തുലിതമായ ഒരു ക്രിസ്ത്യ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഉപദേശവും അതിനോട് ചേർന്ന ക്രിസ്തീയ ജീവിതവും എന്നുള്ള വിഷയമാണ്. ഏറിയ നാളുകൾ ഈ വിഷയങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട്, ഉപദേശ വിഷയ സംബന്ധമായ കാര്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതുകൊണ്ട് വളരെ അപൂർവമായി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരും എന്നാൽ ബഹുഭൂരിപക്ഷം അത് ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ വക കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്, പറയേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സഭയും ശിക്ഷണവും എന്നുള്ള വിഷയം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന ഉപദേശ സത്യങ്ങളെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ അതിയായ താല്പര്യം. ആ ബന്ധത്തിലാണ് സഭയും ശിക്ഷണവും എന്നുള്ള വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. പല ആളുകളും പേഴ്സണലി വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്തിന്റെ ആവശ്യം, അനിവാര്യത എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് സഭയും സാമ്പത്തികവും എന്നുള്ള വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ സുഗമമായ പുരോഗമനത്തിനും അതിന്റെ നിലനിൽപ്പിനും സാമ്പത്തികമായിരിക്കുന്ന നല്ല ഘടന അനിവാര്യമാണ്. അതുകൊണ്ടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ ഭരണ സംവിധാനത്തിൽ നമുക്ക് ധാരാളമായിട്ടുള്ളത്. ഗ്രഹകാര്യം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിലും ചിട്ടയോടുകൂടിയ ഒരു സാമ്പത്തിക ക്രമം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവസഭയുടെ സുഗമമായ പ്രവർത്തനത്തിനും ദൈവരാജ്യത്തിന്റെ വേലയ്ക്കും നമുക്ക് വാസ്തവത്തില് വളരെ സാമ്പത്തികമാകുന്ന സഹായങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് സഭയും സാമ്പത്തികവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാൻ ഈ വിഷയം പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള ഉപദേശങ്ങളുടെ അടിസ്ഥാനം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി സാമ്പത്തിക വിഷയവും ഇസ്രായേലും എന്നുള്ള ബന്ധത്തിൽ മോശ നൽകിയ പ്രമാണം നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ പഴയത്തിലെ വിവിധ പുസ്തകങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം അവര് 3 വ്യത്യസ്ത നിലയിലാണ് തങ്ങളുടെ ആത്മീക ശുശ്രൂഷകൾക്ക് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ വേർതിരിച്ചിരുന്നത്. ഒന്നാമത്തത് നാം വായിക്കുന്നത്, ഓരോ ഇസ്രായേലിനും അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 10% അവരെ വേർതിരിച്ച് ദേവാലയത്തിൽ കൊടുക്കണമായിരുന്നു. അത് ലേവ്യരുടെ നിലനിൽപ്പിനും ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിച്ചു വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇതിനാവശ്യമായിരുന്ന ഉപദേശ സംഹിത മോശ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായി നാം വായിക്കുന്നത്, അവൾ ഓരോരുത്തരും ആദ്യ ഫലങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കണമായിരുന്നു. തങ്ങളുടെ മൃഗങ്ങളുടെ ആദ്യഫലങ്ങൾ, തങ്ങളുടെ കൃഷി വിഭവങ്ങളുടെ ആദ്യഫലങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് അവർ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കണമായിരുന്നു. എല്ലാ ഇസ്രായേലിനും അത് ചെയ്യണമായിരുന്നു. ചുരുക്കം ചിലർ അർപ്പിക്കുകയും ബാക്കിയുള്ളവർക്ക് ഒഴിവുകഴിവുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുവാൻ പാടില്ല. മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് യാഗങ്ങളാണ്. അത് ലേവ്യ പുസ്തകം 1:4 നമ്മൾ വായിക്കുന്നു. 2 ആദ്യഫലങ്ങളെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതുകൂടാതെ പുറപ്പാട് പുസ്തകം 13-ന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിലും ഈ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിയരുടെ ഇടയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറിയിരുന്നത് 3 പ്രത്യേക മാർഗേണയാണ്. 1, ദശാംശം 10-1 ദൈവത്തിന്റെ ആലയത്തിൽ കൊടുക്കുക. അത് ലേവ്യരുടെ ഉപജീവനത്തിന് വേണ്ടിയും ദേവാലയത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുക. 2, ആദ്യഫലങ്ങൾ, മൃഗങ്ങളുടെയും കൃഷിയുടെയും ആദ്യഫലം ദൈവസന്നിധിയിൽ അർപ്പിക്കുക. മൂന്നാമത്തത് യാഗങ്ങളായി അർപ്പിച്ചു വന്ന വസ്തുക്കൾ. അതിൽ യാഗവസ്തുക്കളിലെ കൈക്കുറക് മഹാപുരോഹിതനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആഹാരത്തിനായി വേർതിരിക്കുവാൻ അവകാശവും ഉണ്ടായിരുന്നു.
ഈ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഓരോ വിഷയത്തോട് ബന്ധത്തിലും ഈ കൊടുക്കുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് വളരെ തെറ്റായ ധാരണ ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിലുണ്ട്. പെന്തക്കോസ്റ്റൽ അതുപോലെ കരിസ്മാറ്റിക്കൽ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ദശാംശം പാസ്റ്റർക്ക് കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. ദശാംശം പാസ്റ്റർക്കല്ല, നമുക്ക് ദശാംശം ടീച്ചിങ്ങും പുതിയ നിയമത്തിലല്ല. പുതിയ നിയമ വിശ്വാസികൾ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയുമാണ് കൊടുക്കേണ്ടത്. ഗുരുതലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും എന്ന് പറയുന്നത് കൊണ്ട് ഓരോരുത്തരും എപ്രകാരം ദൈവം കൊടുത്തിരിക്കുന്നുവോ അതനുസരിച്ച് കൊടുക്കണം. അതിന് മീതയും കൊടുക്കാൻ കഴിയും. ദശാംശം ദൈവത്തിന് ഓൾറെഡി ഉള്ളതാണല്ലോ, അതിന് മീതയാണ് പുതിയ നിയമ വിശ്വാസികൾ കൊടുക്കേണ്ടത്, കൊടുക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ ദശാംശം പാസ്റ്റർ കൊടുക്കുക എന്നൊരു സംവിധാനം പുതിയ നിയമത്തിൽ ഇല്ല. കാരണം ദശാംശം എല്ലാം കൊടുത്തിരുന്നത് ലേവ്യർക്കാണ്. ലേവ്യർക്ക് ഇസ്രായേലിൽ അവകാശ ഭൂമികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ ദശാംശം വേർതിരിച്ചിരുന്നു. നമ്മുടെ ഇന്നത്തെ പാസ്റ്റർമാരും ഉപദേശിമാരും അവർ യഹൂദന്മാരല്ല, ലേവ്യ ഗോത്രക്കാരല്ല, ആ നിലയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് ദശാംശം അവർക്ക് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് ദശാംശത്തിന്റെ പഠിപ്പിക്കുക പുതിയ നിയമത്തിൽ ഇല്ല. പിന്നെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അത് വിശുദ്ധ ഉദ്ദേശത്തോടെ ആയിരിക്കണം. പ്രവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അനന്യാസും സഫീറയും ഞങ്ങളുടെ വസ്തുവകൾ വിറ്റ് അപ്പോസ്തലനായ പത്രോസിനെ കൊണ്ടുവന്നത് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപത്തിന് കാരണമായി തീർന്നു എന്ന് വായിക്കുന്നു. അതുപോലെ കുടുംബ ആവശ്യങ്ങളോട് ബന്ധത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ച് മർക്കോസ് 7:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വമായി കൊടുക്കണം എന്നാണ് നമ്മൾ തിരുവഴുത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദൈവസ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അപ്പോസ്തോലിക ഉപദേശം തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഉപദേശമുള്ളത് മിക്കവാറും ഈ ക്രിസ്തുവിന്റെ ഉപദേശത്തോട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള പഠിപ്പിക്കലാണ്. കർത്താവായ യേശു ഈ ദശാംശം കൊടുക്കുക എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കറക്റ്റ് ചെയ്തതായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോസ്തലന്മാർ മിക്കവാറും സഭയുടെ സാമ്പത്തിക വിഷയങ്ങൾ അവർ വേർതിരിക്കേണ്ടത് ഞായറാഴ്ച തോറും കൂടി വരുന്ന ആരാധന യോഗത്തോട് ബന്ധത്തിലാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ദൈവസ്ഥനം ചെയ്യുന്ന സൽപ്രവൃത്തികളെ ദൈവത്തിന്റെ സ്വരൂപവാസനയായ ഒരു വഴിപാടും യാഗവും എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിൽ മക്കതോന്യ വിശ്വാസികൾ സമൃദ്ധിയായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു കൊടുത്തുവെന്നും അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും അവർ വേർതിരിച്ചു പോന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാസ്തവത്തില് ഈ കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മക്കതോന്യ വിശ്വാസികൾ മാത്രമല്ല, അപ്പോസ്തലിക കാലത്തെ സഭകളിലെ വിശ്വാസികൾ പലരും ആ നിലയിൽ കർത്താവിന് വേണ്ടി അത് വേർതിരിക്കുകയും കൃത്യമായി കൊടുക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് ആഴ്ചതോറും അത് വേർതിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഈ നൂതന കാലം വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രകാഴ്ച ആരാധനയുടെ ഭാഗമാണോ, അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് സഭയ്ക്ക് പൈസ എന്നൊക്കെ ചോദിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ല, എന്നാൽ ദൈവത്തിന്റെ വേലയ്ക്ക് പൈസയുടെ ആവശ്യമുണ്ട്. ഒരു സഭയിൽ പല നിലയിലുള്ള ആവശ്യക്കാരുണ്ട്. അത് ഏതെല്ലാം നിലയിൽ എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ വേർതിരിക്കുന്ന പൈസ ഏതെല്ലാം നിലയിലുള്ള ഉപയോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് അത് കളക്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഒരു മാർഗനിർദ്ദേശം പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. യഹൂദിയയിലെ സഭകളിലെ ദരിദ്രരായ വിശ്വാസികളുടെ സാമ്പത്തിക ദാരിദ്ര്യം നീക്കേണ്ടതിനു വേണ്ടി ജാതികളുടെ സഭയിൽ അന്ത്യോക്യയിൽ നിന്നും മറ്റും അപ്പോസ്തലനായ പൗലോസ് കളക്ഷൻ എടുത്തത് അത് ബർന്നബാസിന്റെയും അതുപോലെ ശൗലിന്റെയും അകമ്പടിയോടുകൂടെ അതുകൊണ്ട് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചതായും ആ സഹോദരന്മാരുടെ ആവശ്യങ്ങൾക്ക് അത് ഉതകിയതായും തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഈ പണം ഏതെല്ലാം നിലയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ അനിവാര്യമായും ചില കാര്യങ്ങൾ സൂചന നൽകാം. 3 അതിപ്രധാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിലയിൽ സഭയിൽ കൂടി കൊണ്ടുവിടുന്ന പണം ഉപയോഗിച്ചതായി തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒന്നാമതായി സഭയിലെ വിധവമാരായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി.
പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. ഇവിടെ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ സഭകളിലെ യൗവനക്കാരായ വിധവമാര്, ഭർത്താക്കന്മാര് മരിച്ചുപോയിട്ട് നിർധനരായിട്ട് ജീവിതമാർഗമില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ലാത്തവരും അതേസമയത്ത് ക്രിസ്തുവിൽ ആശ വെച്ചവരും ഭക്തിയോടെ ജീവിക്കുന്നവരും വിശുദ്ധ ജീവിതത്തിന്റെ ഉടമസ്ഥരുമായ സ്ത്രീകളായിരുന്നു. അങ്ങനെയുള്ളവരെ പ്രത്യേകം ആദരിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഭ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് പൗലൂസും പ്രബോധിപ്പിച്ചിട്ടുണ്ട്. സഭയിൽ വരുന്ന സാമ്പത്തിക ആവശ്യങ്ങളിലെ ഒരു ഭാഗം വിധവമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വന്നു എന്ന് വായിക്കുന്നു. രണ്ടാമത് ഗലാത്യ ലേഖനം 2:10, റോമർ 12:13 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ദരിദ്രരായ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടുവാൻ സഭ പ്രയോജനപ്പെടുത്തിയെന്ന് വായിക്കുന്നുണ്ട്. ഒരു സഭയിലുള്ള എല്ലാവരും ഒരുപോലെ സാമ്പത്തിക ഭദ്രതയുള്ളവരല്ല. ദരിദ്രരായ ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ, രോഗമുള്ള ആളുകൾ, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, വിവാഹം കഴിച്ചയക്കുവാൻ നിർവാഹമില്ലാത്ത ആളുകൾ, രോഗചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ആളുകൾ, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ധനശേഖരം വിനിയോഗിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത് സുവിശേഷകന്മാരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി സഭ അത് വിനിയോഗപ്പെടുത്തായി വായിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഗലാത്യർ 6:6 ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് സുവിശേഷ വേലക്കാരെ സാമ്പത്തിക ആവശ്യങ്ങളിൽ സഭ സഹായിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലെ സുവിശേഷകന്മാർ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വേലക്കാരായ സുവിശേഷകന്മാരാണ്. പ്രത്യേകിച്ച് അവർക്ക് ശമ്പളമില്ല, ഫിക്സഡ് ആയ ഒരു സാലറി ഇല്ല. വിശ്വാസത്തിന്റെ വേലക്കാരാണ്. കർത്താവിൽ അവർ നോക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതാത് പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ മധ്യത്തിൽ കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുന്ന സുവിശേഷകന്മാരായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. പേരും പെരുമയും കിട്ടാൻ വേണ്ടി എവിടുന്നെങ്കിലുമൊക്കെ ആളുകളെ വരുത്തി, ആവശ്യമില്ലാത്തവരെ പോലും വരുത്തി അവർക്ക് സമൃദ്ധിയായി വിളമ്പി കൊടുക്കുകയല്ല, മറിച്ച് ആവശ്യക്കാരായ സുവിശേഷകന്മാരുടെ ആവശ്യങ്ങളിൽ അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകേണ്ടതിന് അവരെ സഹായിക്കുവാൻ ഈ പണം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ വിധവമാരുടെ ആവശ്യങ്ങളിലേക്കും ദരിദ്രരായ വിശ്വാസികളുടെ ജീവനത്തിനു വേണ്ടിയും സുവിശേഷകന്മാരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും പിന്നെ സഭയുടെ ഭൗതിക ചെലവുകൾക്ക് വേണ്ടിയും നമുക്ക് ധനം ആവശ്യമാണ്. ഇതെല്ലാം ലഭിക്കേണ്ടത് സ്തോത്ര വഴിപാടുകൾ വഴിയാണ് പുതിയ നിയമപ്രകാരം. കാരണം നമുക്ക് ദശാംശമില്ല, ആദ്യഫലമില്ല. അതുപോലെ തന്നെ നമുക്ക് യാഗപീഠങ്ങൾ കൊണ്ടർപ്പിക്കാൻ മറ്റ് യാഗവസ്തുക്കളും ആടുമാടുകളോ മറ്റു വസ്തുക്കളോ ഇല്ല. പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലും ഇല്ല. അതുകൊണ്ട് വിശ്വാസികളായ നമ്മള് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഖണ്ഡിതമായി പറയുന്നു. ഓരോരുത്തരും താന്താന്റെ ഹൃദയത്തിൽ നിരൂപിച്ചതുപോലെ കൊടുക്കട്ടെ, എന്നാൽ സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഓരോരുത്തരും താന്താന്റെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഇന്ത്യൻ മണി 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 20,000 രൂപയെങ്കിലും കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കണം. കൊടുത്തുകൊണ്ട് ഒരു കുറവും സംഭവിക്കുകയില്ല. മലാക്കി പ്രവാചകന്റെ പുസ്തകങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതിനാൽ ദശാംശവും വഴിപാടും കട്ടുപോകുന്ന ഇസ്രായേൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശവും ദൈവത്തിന് കൊടുക്കേണ്ട വഴിപാടും ദൈവത്തിന് കൊടുക്കാതെ അത് അപകരിച്ചുവെന്ന് അവരോട് പറയാണ്, നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ. യഹോവയുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വഴിപാടും നിങ്ങളുടെ ദശാംശവും യഹോവയുടെ ആലയത്തിൽ അർപ്പിക്കുവിൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ വർഷിപ്പിക്കും. നമ്മുടെ മധ്യത്തിൽ മുൻകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ പട്ടിണിയുടെയും പൈതാഹത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും നടുവിൽ 6-8 മക്കളെയും കുടുംബങ്ങളെയും മാതാപിതാക്കളെയും വല്യപ്പന്മാരെയും കൂട്ടുകുടുംബമായി സൂക്ഷിച്ച കാലഘട്ടങ്ങൾ കപ്പയും മാങ്ങയും ചേനയും ചേമ്പും വാഴത്തണ്ടും ഭക്ഷിക്കാൻ പോലും സമൃദ്ധിയായി ലഭിക്കാവുന്ന കാലഘട്ടങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നതിന്റെ വക കർത്താവിന് വേണ്ടി വേർതിരിച്ചു കൊടുത്ത കുടുംബങ്ങളുടെ തലമുറകളെ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ടുണ്ട്. 100 കൊടുത്താൽ 110 മടക്കി കിട്ടുമെന്നുള്ള നൂതനമായിരിക്കുന്ന പണം പിടുങ്ങുന്ന സംവിധാനമാണ് ഞാൻ പറയുന്നത്. ദൈവം തരുന്നതിന്റെ ഒരംശം വേർതിരിച്ചു കൊടുക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേലിലെ 11 ഗോത്രങ്ങൾ ദശാംശം വേർതിരിച്ച് ലേവ്യ ഗോത്രങ്ങൾ കൊടുക്കണമായിരുന്നു. എന്നാൽ ലേവ്യരും തങ്ങൾക്ക് ലഭിച്ചതിന്റെ ഒരംശം യഹോവയുടെ ആലയത്തിൽ സമർപ്പിക്കണമായിരുന്നു. സുവിശേഷകന്മാരായ ആളുകളുടെ ജീവസന്ധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭ വേർതിരിച്ച് ആ നിലയിൽ കൊടുക്കണം. ഇവിടെ കൊടുക്കുമ്പോൾ മുഖപക്ഷം പാടില്ല. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചാണ് കൊടുക്കേണ്ടത്. വ്യക്തിഗത ശുപാർശകൾ കൊണ്ടോ ഒരാളുടെ വ്യക്തിയോടുള്ള താല്പര്യങ്ങളുണ്ടോ ആവശ്യമുള്ളവന് പിന്നെയും സമൃദ്ധിയായി കൊടുത്ത്
അവന്റെ പേര് സമ്പാദിക്കാനോ അവന്റെ പ്രീതി സമ്പാദിക്കാനോ എന്നുള്ള ലക്ഷ്യത്തിലുമല്ല. ആവശ്യക്കാരായ ആളുകളെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകൾ അവരെ സഹായിക്കുകയും അവരെ ദൈവസന്നിധിയിൽ ശാന്തമായും സമാധാനമായും കർത്താവിന്റെ പേരിൽ വ്യാപരിക്കുവാൻ ഇടയാകുകയും ചെയ്യേണ്ടതിന്റെ പിറകിൽ സഭകൾ ഒന്നിച്ച് അധ്വാനിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമുക്ക് ദൈവം തന്നിട്ടുള്ള ധനസമൃദ്ധിയുടെ എത്രത്തോളം നാം കർത്താവിന് വേണ്ടി വിൽഫുള്ളി കൊടുക്കുമോ അത്രത്തോളം ദൈവം ആർക്കും കടക്കാനല്ലാതെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. സമൃദ്ധിയുടെ സുവിശേഷം ദൈവത്തിന് കുറെ കൊടുത്താൽ ദൈവം കൊണ്ട് മടക്കി തരുമെന്ന് പറയുന്നതല്ല, മറിച്ച് വിശ്വാസി കടംപെട്ടിരിക്കുന്നതൊക്കെ ദൈവത്തിന് കൊടുക്കണം. അതിൽ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളും ഉണ്ടായിരിക്കും. വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്നവരുണ്ടായിരിക്കാം, കൃത്യമായി കൊടുക്കുന്ന ചുരുക്കം ചില ആളുകൾ ഉണ്ടായിരിക്കാം. ഇത് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ പൗലോസിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരാറുണ്ട്. പൗലോസ് കൊരിന്തിൽ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു പോലും. തെസ്സലോനിക്കയിലും താൻ അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അങ്ങനെ ചെയ്തതിന്റെ കാരണം കൊരിന്തിലെ സഭ ആ മാസിഡോണിയയിലെ ഏറ്റവും സമ്പന്നമായ സഭയായിരുന്നെങ്കിലും ആ സഭയിലെ വിശ്വാസികൾ പൗലോസിനും ശുശ്രൂഷയ്ക്കും കൊടുക്കുന്ന കാര്യത്തിൽ പിശുക്കുള്ളവരായിരുന്നു. അത് പൗലോസ് വളരെ വ്യക്തമായി അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പൗലോസ് തന്റെ സഹപ്രവർത്തകരായ അക്വിലാസിനോടും പ്രിസ്കില്ലയോടും ചേർന്ന് കൂടാരപ്പണി ചെയ്ത് തനിക്കും തന്റെ കൂടെയുള്ളവരുടെയും ആവശ്യങ്ങൾക്കും അഹോവൃത്തിക്കും വേണ്ടി അധ്വാനം ചെയ്തു പോന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അത് വാസ്തവത്തിൽ പൗലോസ് കാണിച്ചൊരു മാതൃകയാണ്. എന്തിനാണ് കാണിച്ചത്? എഫേസോസിലെയും കൊരിന്തിലെയും വിശ്വാസികൾക്ക് താൻ മാതൃക ആയിരിക്കേണ്ടതിന്. 2, സഭയിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് കൂട്ടായ്മ കാണിക്കേണ്ടതിന്. 3, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമെന്ന് പ്രവൃത്തി 20:33 മുതൽ 36 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞതുപോലെ അത് താന് ഒരു അനുഗ്രഹമായി തീരണതിന്. 4, കൊരിന്തിയിലെ വിശ്വാസികൾ അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെയും മറ്റും ചോദ്യം ചെയ്തിട്ട് അവനെ ധിക്കരിക്കുന്നത് വാസ്തവത്തില് അവരുടെ വിമർശനത്തിന്റെ മുൾമന ഒടിക്കുന്നതിന് വേണ്ടി. ഒടുവിലായി നാം വായിക്കുന്നത് തെസ്സലോനിക്കയിൽ താൻ ചെയ്തെന്ന് ചോദിച്ചാൽ ആ വിശ്വാസികൾക്ക് യാതൊരു നിലയിലും താനൊരു ഭാരമായി തോന്നരുത് എന്നുള്ള തന്റെ താല്പര്യം കൊണ്ട്. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സഭകളൊക്കെ ധാരാളം കൊടുക്കുന്ന സഭകളാണ്. നമ്മുടെ സഹോദരന്മാരും കൊടുക്കുന്ന സഹോദരന്മാരാണ്. എല്ലാവർക്കും ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവില്ല. കാരണം വാങ്ങുന്ന പല ആളുകളും വ്യക്തി സ്വാധീനം കൊണ്ടും ബന്ധുബലം കൊണ്ടും മറ്റ് മാർഗേനയും ഒക്കെ ഊതി വീർപ്പിച്ച് പ്രബന്ധങ്ങളും പ്രസ്ഥാനങ്ങളും അവതരിപ്പിച്ചും ഒക്കെ വാങ്ങുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അത് ഡിപ്പോർട്ട് ചെയ്യുന്ന മൂപ്പന്മാരായ സഹോദരന്മാർ ആരാണ് ഈ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വിശ്വസ്തരായ സഹോദരന്മാരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. വാസ്തവത്തില് സഭയുടെ മൂപ്പന്മാരല്ല ഈ പണത്തിന്റെ സൂക്ഷിപ്പുകാര്. മൂപ്പന്മാര് അതിന്റെ ഡയറക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവതാമത്തും അതിന്റെ മഹത്വത്തിനായി ആവശ്യക്കാരായ ആളുകളുടെ കരങ്ങൾ കൃത്യമായി എത്തിച്ചേരുന്നതിന് അത് എത്തിച്ചെടുക്കുവാൻ കഴിയുന്നതിന് അവരെ സഹായിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങൾ മൂപ്പന്മാരുടേത് ആവശ്യമാണ്. സൂക്ഷിക്കേണ്ടത് ഡീക്കന്മാരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായ സഹോദരന്മാരായിരിക്കണം. പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവും ദൈവകൃപയും ഉള്ള ആളുകളെയാണ് കർത്താവ് മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പൊ സഭയിൽ ഈ സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പാടില്ല. ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കണം. ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം. അതിൽ വിശ്വസ്ത ഉണ്ടായിരിക്കണം. ഈ സഭയിൽ വരുന്ന സ്തോത്രകാഴ്ച പണം കർത്താവിന്റെ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾക്ക്, അതായത് ദരിദ്രരായ വിധവമാരുടെ ആവശ്യങ്ങൾക്കും ദരിദ്രരായ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്കും സുവിശേഷ വേലയ്ക്കും വേണ്ടി അല്ലാതെ സഭയിൽ സ്തോത്രാർപ്പണമായി വരുന്ന പൈസ മറ്റു ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ന്യായമായി വേറൊരു കാര്യം ചോദിക്കാം. മറ്റു ഭൗതിക വിഷയങ്ങൾ ചില സഭകളൊക്കെ പിക്നിക്ക് പോകാറുണ്ട്. വിദേശ സഭകളും സ്വദേശ സഭകളും ഒക്കെ പോകാറുണ്ട്. അപ്പൊ ഈ പിക്നിക്കിനൊക്കെ ഉപയോഗിക്കാൻ ഈ സഭയുടെ പൈസ ഉപയോഗിക്കാമോ? പിക്നിക്കിന് മാത്രമല്ല, ശവക്കോട്ട മെയിൻ്റനൻസ്, സഭാകോട്ട മതിൽ കെട്ടുന്നതിന്, സഭയുടെ റിപ്പയറിങ്ങിന്, അതുപോലെ തന്നെ ഇതിന്റെ ഭൗതിക വിഷയങ്ങൾ, ഇതിനൊന്നും ഈ സ്തോത്രാഴ്ച പണം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് വേണമെങ്കിൽ വേറെ വ്യക്തിഗത കളക്ഷൻസ് എടുത്ത് അത് ഉപയോഗിക്കണം. കർത്താവിന്റെ സനയിൽ വരുമ്പോൾ നമ്മൾ സ്തോത്രാർപ്പണമായി അർപ്പിക്കുന്ന പൈസ സമ്പൂർണമായും മേൽപ്പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി, വിധവമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദരിദ്രരായ വിശ്വാസികളുടെ ജീവോദ്ധാരണത്തിന് വേണ്ടി, സുവിശേഷകന്മാരുടെ ജീവസന്ധാനത്തിന് വേണ്ടി ആണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. ഈ പണം കർത്താവിന്റെ വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ നമുക്ക് യാതൊരു അധികാര അവകാശവുമില്ല. ഇത് ഹാൻലി എന്നിവരെ സംബന്ധിച്ചൊരു വാക്യം പറയാം.
അവർ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ ഭൃത്യന്മാർ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവര് നല്ല വിശ്വസ്തരായ സ്റ്റുവാർഡുകളായിരിക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? കൃത്യമായ കണക്ക് സൂക്ഷിക്കണം. ദൈവത്തിന്റെ ആലയത്തിന്റെ വകയായി വരുന്ന പൈസയില് ഒരു പൈസ പോലും അയോഗ്യമായ നിലയിൽ അപഹരിക്കുകയോ കണക്കുകൾ പിശകുകൾ ഉണ്ടാക്കുകയോ അതിൽ നിന്ന് ഏതെങ്കിലും നിലയിലുള്ള പൈസ തട്ടിയെടുക്കുകയോ കമ്മീഷൻ അടിസ്ഥാനത്തിൽ പോലും അത് അട്ടിമറിക്കുകയോ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ അനുഗ്രഹം ആയിരിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓരോ അഖായിലെ സഭകളും അപ്പോസ്തോലിക സഭകളും ആഴ്ചതോറും അവരുടെ കൂടിവരവുകൾ ഇങ്ങനെയുള്ള സാമ്പത്തിക കളക്ഷൻ ചെയ്തു പോന്നു എന്നാ വായിക്കുന്ന. അഖായ കീഴാണ്ട് മുതലേ അവരതിനായി ശേഖരിച്ചു വെച്ചല്ലോ എന്നും പൗലോസ് ഗുരുവിനോട് പറയുമ്പോൾ, ഞാൻ വന്ന ശേഷം മാത്രം ഈ ധനശേഖരണം ഉണ്ടാകാതിരിക്കുന്നതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം തോളം നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ പക്കൽ ചരിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആരാധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? അത് നാം വിശ്വസ്തയോടെ ദൈവസ്ഥനിൽ അർപ്പിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് സ്തോത്രയാഴ്ച ഉപദേശത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശത്തിന്റെ ഭാഗം തന്നെയാണ്. വിശുദ്ധന്മാരുടെ കൂടിവരവുകൾ നമുക്ക് രക്ഷിക്കപ്പെടാത്ത ആരുടെയും പണം നമ്മൾ ഉപയോഗിക്കാറില്ല. വിശ്വാസ മണ്ഡലത്തിലെ ശുശ്രൂഷകൾ വിശ്വാസികളായ ദൈവമക്കളുടെ വിശ്വാസത്താലുള്ള സമർപ്പണത്തിൽ നിന്ന് അവർ ഔദാര്യമായി കൊടുക്കുന്ന ഔദാര്യദാനം കൊണ്ടാണ് നടക്കേണ്ടത്. നടക്കുന്നതും അങ്ങനെയാണ്. നമുക്ക് ധാരാളം സുവിശേഷ വേലക്കാരുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഏതാണ്ട് 3000-ഓളം സുവിശേഷകന്മാർ വേർപാട് സഭകളുടേതായിട്ടുണ്ട്. അവരെ എല്ലാ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിഞ്ഞിട്ട് ദൈവം അവരെ ഫലമേൽപ്പിച്ച വിവിധ ശുശ്രൂഷകൾ തങ്ങളുടെ മനസ്സാക്ഷി ദൈവത്തോട് എങ്ങനെയെന്ന നിലയിൽ സ്വയം ശോധന ചെയ്തുകൊണ്ട് ചെയ്യേണ്ടവരാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ വേരിയസ് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളിലൊക്കെ സഹായിക്കുവാൻ നമ്മുടെ സഹോദരന്മാരാണ് പിറകു നിൽക്കുന്നത്, നമ്മുടെ സഭകളാണ് പിന്നിൽ നിൽക്കുന്നത്. അവരത് ചെയ്യണമെങ്കിൽ സഭയിൽ ധനശേഖരണം ഉണ്ടാകണമെങ്കിൽ ചെയ്യണം. വിശ്വാസികൾ കൃത്യമായി സഭയിൽ തങ്ങൾക്കുള്ള ഭൗതിക നന്മകളിൽ നിന്ന് ഒരു പോർഷൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഭയിൽ ഏൽപ്പിക്കണം. മൂപ്പന്മാരത് വിവേകത്തോടും പരിജ്ഞാനത്തോടും ദൈവകൃപയോടും കൂടെ ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ധാരാളം സഭകളും വ്യക്തികളുമുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ധാരാളം സഭകൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ സുവിശേഷന്മാരെ സഹായിക്കുന്ന KEM ഫണ്ട്, GFTI മുതൽപോലെയുള്ള ധനവിനിമയ സംഘടനകളും വിശ്വസ്തമായി തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതിന്റെ എല്ലാ ആവശ്യങ്ങളിലും അതിന് ഉപകാരമായി ഭവിക്കുന്നത് ഈ വിശ്വാസികളായ ആളുകൾ അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ ഓർത്തു പറയട്ടെ. ഏതെങ്കിലും കുറെ വിശ്വാസികൾ കൊടുക്കുകയും മറ്റുള്ളവർ പിശുക്കായി ചെയ്യുന്ന അങ്ങനല്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് എല്ലാ വിശ്വാസികളും തങ്ങൾക്കുള്ള ധനശേഷത്തിന്റെ ഒരംശം കർത്താവിന്റെ സഭയിൽ കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ നമ്മൾ സ്തോത്രാഴ്ചയായി അല്ലെങ്കിൽ സ്തോത്രാർപ്പണമായി അത് അർപ്പിക്കണം. നിശ്ചയമായും നാം ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കുന്നതിന് കർത്താവ് പറഞ്ഞ അമർത്തി കുലുക്കി കവിമാറ് സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുമെന്നാണ്. കൊടുത്തു മുടിഞ്ഞവൻ ആരുമില്ല. കൊടുത്തവരെ ഒക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കീശയിൽ ചെയ്യുന്ന കാശുകൾ പിടിച്ചു പറിക്കാൻ വേണ്ടി ഇവിടുത്തെ യൂട്യൂബ് ചാനലിൽ ചില കൊള്ളക്കാരായ പാസ്റ്റർമാരും ശുശ്രൂഷകന്മാരും സുവിശേഷ തൊഴിലാളികളും പണപ്പിരിവ് നടത്തുന്ന പോലെയല്ല, മറിച്ച് വേദപുസ്തക പ്രകാരം മുമ്പോട്ട് പോകുന്ന പുതിയ നിയമ സഭകൾ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നിരന്തരമായി വിശ്വാസികൾ ഔദാര്യദാനങ്ങളെ സ്വമനസ്സോട് കൊടുക്കുകയും സന്തോഷത്തോട് കൊടുക്കുന്നതിനെ കർത്താവ് സ്നേഹിക്കുന്നു എന്നിരിക്കുകയും ഓരോരുത്തരും തങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രാപ്തിപ്പെടുത്തിയ പോലെയും വിചാരിച്ചതുപോലെയും കൊടുക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. ആത്യന്തിക ലക്ഷ്യം കർത്താവിന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയും മഹത്വവുമാണ്. അപ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ധനശേഷത്തിൽ നിന്ന് യാതൊരു പിശുക്കും കൂടാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവവനും പറഞ്ഞതുപോലെ കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ ഞാൻ നിർത്തുന്നു. ദൈവ നാമം മഹത്വമുണ്ടാകട്ടെ.